ഹായ് ഫ്രണ്ട്സ്, ഞങ്ങൾ ഇന്നുള്ളത് കൊച്ചി നഗരത്തിലെ മംഗളവനം പക്ഷി സങ്കേതത്തിലാണ്. കണ്ടൽ വനങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ഏക പക്ഷി സങ്കേതമാണിത്. കയറുമ്പോൾ തന്നെ ശ്രീബുദ്ധന്റെ പ്രതിമയും വലിയൊരു മരവുമുണ്ട്. ഇവിടെ 32 ഇനത്തിൽപ്പെടുന്ന 194 പക്ഷികളുണ്ടെന്ന് കണക്കാക്കപ്പെടുന്നു. ഇവിടെ ധാരാളം ദേശാടന പക്ഷികൾ എത്താറുണ്ട്. ഇപ്പോൾ സീസൺ അല്ല, അതുകൊണ്ട് ദേശാടന പക്ഷികളൊന്നുമില്ല. ഇവിടുത്തെ കാഴ്ചകൾ കണ്ടിരിക്കാൻ നല്ല രസമാണ് കേട്ടോ. ഇവിടുത്തെ പച്ചപ്പും വലിയ മരങ്ങളും ഒക്കെ. കൊച്ചിയിലൊന്ന് വരികയാണെങ്കിൽ ഇവിടെ വന്നു പോകുന്നതിൽ നഷ്ടമൊന്നുമില്ല കേട്ടോ. പ്രകൃതിയൊക്കെ സ്നേഹിക്കുന്നവർക്ക് ഈ സ്ഥലം എന്തായാലും ഇഷ്ടപ്പെടും. ഞങ്ങളിവിടെ വന്നിട്ട് കാര്യമായിട്ട് പക്ഷികളെ ഒന്നും കണ്ടില്ല. പിന്നെ ഇവിടുത്തെ പ്രകൃതി സന്തോഷം തരുന്ന ഒരു കാഴ്ച തന്നെയായിരുന്നു. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഇവിടുത്തെ മരങ്ങൾ എന്ത് രസമാണ് കാണാൻ. ഇവിടെ കണ്ടൊരു കുളക്കൊക്ക അവൻ നടന്നു പോകുന്നുണ്ടോ. ഇത് കൂടാതെ ഒരു മണ്ണാത്തിപ്പുളിനെയും പച്ചിലക്കുടിക്കേനെയും ഒക്കെ കണ്ടായിരുന്നു. അവരുടെ ഒന്നും വീഡിയോ എടുക്കാൻ ഞങ്ങൾക്ക് പറ്റിയില്ല, പെട്ടെന്ന് പറഞ്ഞു. പിന്നെ 2 ഞണ്ടുകൾ വഴക്കുണ്ടാകുന്നുണ്ട്. അത് കണ്ട് വേറൊരാൾ അപ്പുറത്ത് വന്നിട്ടുണ്ട്. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാഴ്ചകൾ ഞങ്ങൾക്ക് അവിടെ കാണാൻ പറ്റി. അവിടെയുള്ള കണ്ടൽ മരങ്ങളെക്കുറിച്ച് അവിടെ എഴുതി വച്ചിട്ടുണ്ടായിരുന്നു. അവിടെ വരുന്ന പക്ഷികളുടെ ലിസ്റ്റും അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം കണ്ട് ആസ്വദിച്ച് ഞങ്ങൾ വെളിയിലേക്ക് ഇറങ്ങി. ഇവിടെ നിന്നും ഞങ്ങൾ നേരെ പോയത് പുതുവൈപ്പ് പൈൻ ഫോറസ്റ്റ് ബീച്ചിലേക്കായിരുന്നു. ബീച്ചിൻ്റെ തീരത്ത് മനോഹരമായ പൈൻ കാടുകൾ വളർന്നു നിൽക്കുന്നു. മക്കൾ ഇതിനു മുമ്പും ബീച്ചുകൾ കണ്ടിട്ടുണ്ടെങ്കിലും ഇത്രയും മനോഹരമായി പൈൻ വൃക്ഷങ്ങൾ വളർന്നു നിൽക്കുന്ന ഒരു ബീച്ച് ആദ്യമായിട്ടാണ് അവർ കാണുന്നത്. അസ്തമയ സമയമായതിനാൽ ഈ മുഹൂർത്തങ്ങളെല്ലാം ഞങ്ങൾക്ക് ഇരട്ടി മധുരം നൽകി. ചുവന്നു തുടുത്ത ആകാശത്തിനും കറുത്ത മേഘങ്ങൾക്കുമിടയിൽ സൂര്യൻ ഇടയ്ക്ക് ഒളിഞ്ഞു മറഞ്ഞു. എത്ര കണ്ടാലും മതിവരാത്ത ഒരു കാഴ്ച തന്നെയാണല്ലേ കടൽ. As the chemicals that take us higher. The night's young and it's just begun. As she puts her hand in mine.